ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കി തരും കേട്ടോ. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയെന്നല്ല, ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ ഒന്ന് കുളിപ്പിക്കണം, മെയിനായിട്ട് ഒന്ന് മേല് കഴുകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതാണ് ഇവർ ഷർട്ടൊന്നും ഇടാതെ പോണത്. ഷർട്ടൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടാണ് കേട്ടോ പോണ്. അപ്പോൾ നമ്മുടെ ദിനു ഉണ്ട് കേട്ടോ കൂടെ തന്നെ. അപ്പോൾ പാടത്ത് കൂടെയാണ് കേട്ടോ കുളത്തേക്കുള്ള വഴി. അന്ന് കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോയിലുണ്ടായിരുന്നു ഇവർ കുളത്തിലൊക്കെ പോയത്. ആ ഒരു കുളത്തേക്ക് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുളിച്ചിട്ട് വേണമല്ലോ കയറാൻ വേണ്ടിയിട്ട്, സ്വാമി ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് മേലെ എഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, അനിയൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ദിനുവിൻ്റെ അമ്മ, ഇപ്പോൾ കാണിച്ച കുട്ടിയില്ലേ, ആ കുട്ടിയുടെ അമ്മ, അവൾ കുളത്തേക്ക് അവൾക്ക് കുറേ തുണികളൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്ക് പേടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് കുളത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ ആൾ. അപ്പോൾ എനിക്ക് പേടിയത് കാരണം ഞാൻ ഒറ്റയ്ക്കൊന്നും ഞാൻ പോവില്ല കേട്ടോ. അപ്പോൾ ഇവളും ഉണ്ട്, അവളുടെ കുട്ടിയുണ്ട്, ഞാനും ഉണ്ട്, എൻ്റെ കുട്ടികളുണ്ട്, ഉണ്ണിയുണ്ട് കേട്ടോ, ഏട്ടൻ്റെ അനിയൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കുളത്തേക്ക് ടീമായിട്ട് പോണത്. അപ്പോൾ അതാ അങ്ങനെ എന്താ പറയുക, അവൾക്കാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് കേട്ടോ. അതും കൂടി തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ സമയം 4:05 മണി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇത് കൂടെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ നിന്നു കേട്ടോ. എന്തായാലും ഏട്ടൻ വരെ 5:30-6 മണിയൊക്കെ ആവും. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കുളി കഴിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ മതിയല്ലോ, ധൃതിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ അതിലും കൂടുതലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എങ്ങനെയായാലും ഇരുട്ടാവും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും ശനി ഞായർ ഞങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉള്ള കാരണം ശനിയും ഞായറും വരാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച മാത്രമേ വരാറുള്ളൂ. ഞങ്ങൾക്കൊരു 4:30-4 മണി വരെ പ്രാക്ടീസ് ഉണ്ടാവും ഡാൻസിൻ്റെ. ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് പറഞ്ഞല്ലോ അതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിവിടുന്ന് കുളിക്കണില്ല കേട്ടോ കുളത്തുനിന്നൊന്നും. ഞാൻ വേറെ ഡ്രസ്സൊന്നും മാറാനെടുത്തിട്ട് വന്നിട്ടില്ലല്ലോ. കുട്ടികൾക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, അവർക്ക് ഇതന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്, ഈ ട്രൗസർ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലെഴുകണില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് തന്നെയാണ് കുളിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തേക്ക് പോകുന്നുണ്ട്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പാടവും പിന്നെ അത് കൂടെ വരമ്പത്ത് കൂടെ ഒക്കെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവർക്കൊക്കെ ഇതിനെ ഓടി ചാടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളും കൂടെ ഒക്കെ നടക്കാം. ഇവരൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുകയുള്ളൂ. അവിടെ ഒന്നും ഇല്ലല്ലോ നമ്മളിരിക്കണോടത്ത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളത്തിലെത്തിയിട്ടുണ്ട് നടന്നിട്ട്. അപ്പോൾ അവൾക്കൊരു ലോഡ് തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. അത് അനിയൻ്റെ വൈഫാണ് കേട്ടോ. അനിയൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ അമ്മായിയുടെ മോൻ്റെ വൈഫും കുട്ടിയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നല്ല ചങ്കോളാണ് കേട്ടോ. നല്ല എന്താ പറയുക, ചേച്ചി അനിയത്തി അങ്ങനത്തെ ഒരു വൈബല്ല. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളം എന്ന് പറയുന്നത്. നല്ല അടിപൊളി കുളമാണ് കേട്ടോ. നല്ല സ്ക്വയറായിട്ട് നല്ല അടിപൊളി കുളം, നല്ല ക്ലീനായിട്ടുള്ള കുളമാണ് കേട്ടോ. ഇവിടെയാണ് രാവിലെ വൈകുന്നേരത്തൊക്കെ സ്വാമിമാർ വന്ന് കുളിക്കണം കേട്ടോ. ഏട്ടന്മാരൊക്കെ വന്ന് കുളിക്കുക ഇവിടെയാണ്. അപ്പോൾ എന്താ പറയുക, അവർ അമ്പലക്കുളത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. അമ്പലക്കുളത്തേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാറില്ല, ഇവർ ഇവിടേക്കാണ് വരാറുള്ളത് രാവിലെ വൈകുന്നേരത്തും. അങ്ങനെ കുളിയും കുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അവളുടെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പത്തിന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കുട്ടികളൊക്കെ താഴേക്ക് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവർ ഷർട്ടും കുപ്പായൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കടയിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കൂട്ടാൻ വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു മാവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിതാ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അടുത്ത് വെറുതെ പോയി നിന്നപ്പോൾ അടുപ്പ് തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അടുപ്പിൻ്റെ തിണ്ട് തൊട്ട് നോക്കിയപ്പോൾ കേട്ടോ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കോലിട്ട് കുത്തി ചിനക്കി നോക്കിയപ്പോൾ തീക്കനലുണ്ട്. അപ്പോൾ എനിക്ക് ആശ്വാസമായി. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പച്ചക്കൊടിയൊക്കെ, പച്ചയെന്ന് പറയുന്നത്, പട്ടക്കൊടിയൊക്കെ എടുത്തിട്ട്
എന്താ പറയുക ഒന്ന് ചെനക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പിന്നെ കത്തിക്കണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. തീക്കനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ, ഗ്യാസും ഇല്ലല്ലോ. അപ്പോൾ തീക്കനലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മുതൽ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കുറേ നേരം വെച്ച് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കനലുള്ള വിറക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പട്ടത്തണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കനലുള്ള വിറകും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീക്കനലും തീയും എപ്പോഴും ഉണ്ടാവും, അതിൽ ചൂടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അതാ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണത്. രാവിലെ നമ്മൾ സാമ്പാർ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞു ദോശ ഉണ്ടാക്കണ്ട, ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോൺ സ്റ്റിക്കിലാണല്ലോ ഉണ്ടാക്കണത്, അത് അടുപ്പിൻ്റെ മുകളിൽ വെക്കേണ്ട വെച്ചാൽ അപ്പച്ചട്ടിയിലല്ലേ, അപ്പോൾ അത് അടുപ്പിൻ്റെ മുകളിൽ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അത് ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അങ്ങനെ മാവൊക്കെ ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. ഒരു തുണ്ട് പോലും ഇതിൽ വെക്കില്ല എന്ന് വെച്ചിട്ട്, എന്താ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതായത് ഞങ്ങൾ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മധുരമുള്ള ഈ കായ ചിപ്സ് തന്നെയാണ്, അത് മധുരമുള്ളതുണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതിരുന്ന് കഴിക്കുന്നുണ്ട്. ഏട്ടൻ കുളിക്കാൻ പോയിട്ടില്ല കേട്ടോ, അവർ പോവേണ്ട ടൈം ആവണേ ഉള്ളൂ. എല്ലാവരും 7:30 ആ ഒരു ടൈമിലേക്കൊക്കെ എത്തുള്ളൂ കേട്ടോ, വർക്കൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഏട്ടനിവിടെ അടുത്ത് വർക്കുള്ള കാരണം ഏട്ടൻ നേരത്തെ വന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ടാണ് പോവുള്ളൂ. എല്ലാവരും ഒരുമിച്ചാണ് കുളിക്കാൻ പോകുള്ളൂ, ഒറ്റയ്ക്കായിട്ടൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഇതാ തീയുണ്ട്, തന്നെ കത്തി പിടിച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആശ്വാസമായോ തന്നെ കത്തിയില്ലെന്ന് വെച്ചപ്പോൾ. അങ്ങനെ തീയൊക്കെ കത്തി. അപ്പോൾ ഞാനിതാ ഇഡ്ഡലി ചെമ്പൊക്കെ മേലെ വെക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടാവണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് മാവ് വെക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒന്ന് വെള്ളം ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയ കാരണം കൊണ്ട് തന്നെ 2 പേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അത് കാരണം കൊണ്ട് 2 ആളും നേരത്തെ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇതാണ്, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ രാത്രി പെട്ടെന്ന് തന്നെ കടന്നുറങ്ങും കേട്ടോ, നേരത്തെ കടന്നുറങ്ങും. കുളിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരും നല്ല ഉറക്കത്തിലാണ് ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ. ഏട്ടൻ കുളിക്കാൻ പോയി കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വരുമ്പോഴത്തേനും വേഗം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ 2 പേരുടെ ഒരു അലർച്ച ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു സുഖമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇന്നേരം ബഹളം വെച്ചുകൊണ്ടിരിക്കലാണ് എനിക്ക് പണി. അപ്പോൾ അവരെന്തായാലും ഉറങ്ങി 2 പേരും. അപ്പോൾ ഏട്ടൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏട്ടൻ പിന്നെ എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹെൽപ്പൊന്നും ചെയ്യില്ലെങ്കിലും ഏട്ടൻ വന്നിട്ട് ഇരിക്കുന്നുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിരുന്നാലും മതിയോ എനിക്ക്. എനിക്കിങ്ങനെ ജോലി ചെയ്ത് തരണമെന്ന് ആവശ്യമൊന്നുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുക, വർത്താനം പറയും, എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. എന്നാലും എനിക്കൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ, അതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ അതാ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, വെണ്ണീർ ഇങ്ങനെ പാറിയിട്ടൊക്കെയാണ് കേട്ടോ ഈ പാത്രത്തിൻ്റെ മേലെ കൂടെ, അതൊക്കെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കുട്ടികളെത്തിക്കാണ്ട് പോയി നോക്കി നോക്കണ്. അപ്പോൾ അവർക്കൊന്ന് പുതച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഇട്ടിട്ടല്ലേ കിടക്കണം, അവർ ലൈറ്റ് ഓഫ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓഫാക്കാതിരുന്നത്. ഇനി ഉറങ്ങിയല്ലോ, അപ്പോൾ ഇനി ഓഫാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും തല്ലും പിടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കുട്ടികൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ, കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ അടി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നിപ്പോൾ എന്താ പറയുക, ഒരു സൗണ്ടും ബഹളങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയായിട്ട്, തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ. ഇന്ന് രാവിലെ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫോണിൽ സിനിമയൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളെന്നും അങ്ങനെ തന്നെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ഞങ്ങൾക്ക് TV വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഫോൺ ഞങ്ങളെ ആകെ ഒരു കുറവ് അറിയിച്ചിട്ടില്ല. ഫോണുള്ള കാരണം കൊണ്ട് തന്നെ TVയുടെ ഒരു ആവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയാലും TV ഒന്നും അങ്ങനെ കാണാതിരിക്കില്ല കേട്ടോ. എനിക്ക് തീരെ താല്പര്യമില്ല TV കാണാനൊന്നും. ഫോൺ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ, അതാണ് ഫോണിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ പുതിയ വീടൊക്കെ വെച്ചിട്ടാണ് TV ഒക്കെ വാങ്ങിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.